ചെറുക്കൻ ഇതുവരെ വന്നില്ലല്ലോ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. അതെ, നമ്മുടെ അന്തോണി മിടുക്കനാ. അവൻ നല്ല കുട്ടിയായി വളർന്നോളും. ഞാൻ പോയാലും നിങ്ങൾക്ക് അവനുണ്ടല്ലോ. അതാ എൻ്റെ ഒരു സമാധാനം. സമാധാനം തരികയിലേക്ക് കാർന്നവര്. അവിടെ ഞാനും കിടക്കട്ടെ. അവനോട് ഇയാളെ കൊണ്ട് വലിയ പാടായല്ലോ. ആരടി ചാകാൻ തുടങ്ങും? കൊറേ നേരമായി ആ ഫോണൊന്നും എടുക്കണ. അവനും അവന്റെ ഒരു അപ്പനും. എന്റെ അപ്പ എന്തിനായി കിടന്ന് വിളിക്കുന്നേ? എനിക്കറിയാം നേരവും കാലമൊക്കെ. അപ്പനൊന്ന് വെച്ചിട്ട് പോ, ഞാൻ വന്നോളാം. അവന്റെ മുട്ടിയടിക്കാൻ തുടങ്ങി. ഓ പിന്നെ ആണല്ലോ കാർന്നവരെ ഇത്രയ്ക്ക് പേടിക്കാൻ. മതി പോ. നിന്റെ അപ്പനല്ലേ വിളിച്ചത്, നീ പോടാവേ. നീ ഇവിടെ കിടന്നു, ഞങ്ങള് പോവാ. അല്ലേ വേണ്ട, പോയേക്കാം. ആ കുപ്പി വേണമെങ്കിൽ എടുത്തോടാ. ഒരു മണിയാകാറായി. ഇങ്ങേര് ഇതുവരെ കിടന്നുറങ്ങിയില്ലേ? ഇപ്പൊ തുടങ്ങും ഉപദേശം. നേരം എത്രയായടാ? ഞാൻ നോക്കിയില്ല. ഓ, തർക്കുത്തരം. അന്തോനി, നിന്റെ ഈ പോക്കത്ര നല്ലതല്ല. നിന്റെ കൂട്ടുകെട്ടും ശരിയല്ല. അപ്പനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പോകുമ്പോൾ എന്നെ ഫോൺ വിളിക്കരുതെന്ന്. അല്ലെങ്കിൽ തന്നെ അപ്പനെ പേടിയാന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കും. ഞാൻ എന്താ കൊച്ചുകുട്ടിയാ? കേട്ടില്ലേ മോൻ പറഞ്ഞിട്ട് പോയത്? ഞാൻ വിളിക്കുന്നത് അവനൊരു ശല്യമാണെന്ന്. അവന് നാണക്കേടായി പോലും. ഓട്ടന്നേ പിള്ളേരല്ലേ, നമുക്കങ്ങ് ക്ഷമിക്കാം. അവൻ നന്നായിക്കോളും. നന്നായിക്കോളും. കിടന്നുറങ്ങന്റെ അമ്മണി.
തീറ്റ കൂടിപ്പോയത് കൊണ്ടാണോ നീ കിടന്ന് കരയുന്നത്? ദേ ആന്റണി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ദേടാ അവൻ വന്നു. ആടാ നേരത്തെ ആ വന്നോ? ഡാ ഡാ അപ്പൊ നാളത്തെ കാര്യം എങ്ങനെയാ? എല്ലാം സെറ്റ്. നാളെ രാവിലെ നമ്മളങ്ങ് പോകുന്നു. മൊത്തം കറങ്ങി 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഡാ അപ്പൊ എങ്ങനെയാ? നിന്റെ അപ്പനിത് എന്തിന്റെ കേടാടാ. ഓ ഈ അപ്പം പിന്നെ തുടങ്ങി. ആ ആന്റണി നീ വണ്ടി എടുക്കാം, നമുക്ക് ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ടാ. ഇയാളൊന്ന് വെച്ചിട്ട് പൊക്കേ, ഒരു വാക്ക സമ്മതിക്കുകയല്ല. എന്തിനാടാ? പെങ്ങളുടെ ഡ്രസ്സാ, അവളുടെ കൂട്ടുകാരുടെ ഞങ്ങളെ വാങ്ങാൻ വരും. എടാ നിങ്ങളിവിടെ നിൽക്കുക, ഞങ്ങളിപ്പോൾ കൊടുത്തിട്ട് വരാം. എന്നാ കയറടാ. എടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. എടാ നിർത്താം, നിക്ക്. ഹലോ ഈ അപ്പൻ്റെ ഒരു കാര്യം. ഓ എടാ 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 ഈ ബാഗ് ഒന്ന് പിടിച്ചടാ. പണി കിട്ടുന്ന തോന്നേ, വയറിന് സുഖമില്ല. ഇപ്പൊ വരാം. ആ കണ്ണി കണ്ടെല്ലാം വലിച്ചു കയറ്റിയിട്ടാ. ഓ തോറ്റുപോളൂ. ഈ അപ്പൻ്റെ ഒരു കാര്യം. ചതിച്ചല്ലേടാ. എന്നാലും എന്റെ മകൻ അവൻ നമ്മളെ ചതിച്ചു അല്ലേ? ഇത്രയും നാൾ ഞാൻ പറഞ്ഞത് ഒന്നും സത്യമായിരുന്നില്ല അല്ലേ? പോട്ടെ, അവന്റെ തിരിച്ചുവരവിന് വേണ്ടി നോക്കിയിരിക്കുക ഞാൻ. നമ്മുടെ കുഞ്ഞ് ജയിലിൽ എങ്ങനെയാണോ കഴിയുന്നത്, അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്റെ ദൈവമേ,
മോനെ ആന്റണി, ഫാദർ. ആറു വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് അല്ലേ ആന്റണി? അതെ ഫാദർ. നിന്റെ 6 വർഷം ഇല്ലാതാക്കിയ കൂട്ടുകാര് അങ്ങ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ എത്തി. അന്ന് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? ഇല്ല ഫാദർ. നിങ്ങളന്ന് ആ ബാഗുമായി ബൈക്കിൽ കയറി പോയതിനു ശേഷം ഹലോ. എടാ സീനായി, ആരോ ഒറ്റിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ നിങ്ങളെ പുറകെ വരും. നീ നൈസായിട്ട് മാറിക്കൂ. എടാ നമുക്ക് അപ്പനും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളയാ. അവനാണെ ആ കാരണവര് മാത്രമേ ഉള്ളൂ. നമുക്ക് അവനെ പിന്നെ പറഞ്ഞു മനസ്സിലാക്കാം. നീ ഇപ്പൊ ചാടി രക്ഷപ്പെടാൻ നോക്ക്. ഓ എടാ 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 ഈ ബാഗ് ഒന്ന് പിടിച്ചടാ. പണി കിട്ടുന്ന തോന്നേ. വയറിന് സുഖമില്ല, ഇപ്പൊ വരാം. ആ കണ്ണി കണ്ടതെല്ലാം വലിച്ചു കയറ്റിട്ടാ. ഓ എന്റെ അപ്പൻ കാത്തിരിപ്പുണ്ട് അങ്ങ് വീട്ടിൽ, നിന്റെ തിരിച്ചുവരവും നോക്കി. ദൈവമേ, എന്നോട് പൊറുക്കണമേ. അപ്പനെ പോലെ നല്ല തമ്പുരാനും നോക്കിയിരിക്കുക നിന്റെ തിരിച്ചുവരവിന് വേണ്ടി. ഞാൻ എന്ത് ചെയ്യണം ഫാദർ? ദേ ആ കൂട് കണ്ടോ? ഇടയ്ക്കൊക്കെ ആ കൂട്ടിലൊന്ന് കയറി ഇറങ്ങണം. അതിൽ കയറി മനസ്സങ്ങ് തുറക്കണം. അപ്പോൾ ആ കൂട്ടിലുള്ളവൻ പറയും എന്ത് ചെയ്യണമെന്ന്. ആന്റണി, മനസ്സിന്റെ ഭാരമെല്ലാം ഇറക്കി വെച്ച് ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പോടാ. മനസ്സിനെ ശാന്തമാക്കാനുള്ള കഴിവ് ഈ കൂടിനുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് ചെല്ല്. അപ്പൻ നോക്കിയിരിക്കുക നിന്നെ.